നമ്മൾ കേഴ്സറാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ആദ്യം നമ്മുടെ കേഴ്സറിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യും. പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്യും നമ്മുടെ കേഴ്സർ. എന്നിട്ട് നമുക്ക് എന്താണ് നമുക്ക് ആവശ്യം അത് നമ്മൾ ഫെച്ച് ചെയ്യും. എന്നിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും അത് തീർന്നോ എന്ന്. എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ കേഴ്സറിൻ്റെ സംഭവം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഫോമാറ്റ്. ഇനി ഞാനൊരു സാമ്പിൾ പ്രോഗ്രാം നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലാവും. ഇതാണ് നമ്മുടെ ഒരു സാമ്പിൾ പ്രോഗ്രാം. അപ്പം ഞാൻ പറഞ്ഞു ആദ്യം ഡിക്ലെയർ ചെയ്യുന്നു. അപ്പം ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഞാൻ കേഴ്സർ ഓപ്പൺ ചെയ്തു. അതായത് കേഴ്സറിന് എടുത്തിട്ട് നമുക്കൊരു നെയിം കൊടുക്കാം. ദാറ്റ് ഈസ് ഞാൻ ഇവിടെ കൊടുക്കുന്നു സ്റ്റുഡൻറ്റ് കേഴ്സർ. എന്നിട്ട് എസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഈസ് എന്ന് കൊടുക്കാം. എന്നിട്ട് സെലക്ട് എന്താണ് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ്. ഓക്കെ, അതായത് നമ്മുടെ സ്റ്റുഡൻറ്റ് ടേബിളിലുള്ള എല്ലാ വാല്യൂ എടുത്ത് നമ്മുടെ ഈ കേഴ്സറിൻ്റെ അതിങ്ങോട്ട് കൊടുക്കുകയാണ്. സ്റ്റുഡൻറ്റ് കേഴ്സർ എന്ന് പറയുന്നതിലേക്ക് കൊടുക്കുകയാണ്. അപ്പം കേഴ്സർ നമ്മുടെ ഒരു നെയിമുണ്ട് എസ് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ടേബിൾ എന്ന് പറയുമ്പോൾ ആ സ്റ്റുഡൻറ്റ് ടേബിളിലുള്ള എല്ലാ ഫീൽഡ്സും കൂടെ നമ്മുടെ കേഴ്സറിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് ഈ ഒരു പാർട്ട്. ഇനി നമ്മൾ അടുത്ത് ഡിക്ലെയർ ചെയ്യുന്നത് ഒരു റെക്കോർഡ് വേരിയബിളാണ്. ഈ പെർസെൻറ്റേജ് റോ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു റെക്കോർഡ് വേരിയബിളാണ്. നമ്മൾ ഇൻഡിവിജ്വൽ കോളംസിനെ ഇങ്ങനെ നമ്മൾ ഇപ്പം ലാസ്റ്റ് മേജർ അങ്ങനത്തെ കോളംസിനോ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് പെർസെൻറ്റേജ് ടൈപ്പ് ഇട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ ഒരിച്ചിരി പാടാണ്. സോ ഫോർ ദാറ്റ് വി ഡു ഈസ് നമ്മളിങ്ങനെ റോ ടൈപ്പ് നിട്ട് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് വേരിയബിൾസ് ഫുള്ള് നമുക്ക് കിട്ടും. അപ്പം സ്റ്റുഡൻസ് കേഴ്സർ പെർസെൻറ്റേജ് റോ ടൈപ്പും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വേരിയബിൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിക്ലറേഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോന്നായിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പം ഞാൻ DBMS ഔട്ട്പുട്ട് ലൈൻ എന്ന് നമ്മുടെ പ്രിൻ്റ് ഓഫ് കമാൻഡിൻ്റെ ലൈക്കാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞു ബിഗിൻ കഴിഞ്ഞ് പിന്നെ ഓപ്പൺ കേഴ്സറാണ്. അപ്പോൾ ഓപ്പൺ നമ്മുടെ കേഴ്സറിൻ്റെ നെയിം കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യും നമ്മുടെ കേഴ്സർ. എന്നിട്ട് നമ്മുടെ സ്റ്റുഡൻറ്റ് കേഴ്സർ എന്ന് പറയുന്ന അതിൽ നിന്ന് ഓക്കെ നമ്മൾ സ്റ്റുഡൻറ്റിലേക്ക് നമ്മൾ ഫെച്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സ്റ്റുഡൻറ്റിൽ നിന്ന് നമ്മൾ ഫെച്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോറി മാറിപ്പോയി പറഞ്ഞത്. ലെറ്റ് us ഫെച്ച് സ്റ്റുഡൻറ്റ് കേഴ്സർ ഇൻടു സ്റ്റുഡൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റുഡൻറ്റ് കേഴ്സറിൽ നിന്ന് ഓരോ റോയും എടുത്ത് നമ്മൾ സ്റ്റുഡൻറ്റിലേക്ക് ഇടും. ഓക്കെ, ഇനി അടുത്തത് ഫെച്ച് പറഞ്ഞു വൈൽ സ്റ്റുഡൻറ്റ്സ് കേഴ്സർ പെർസെൻറ്റേജ് ഫൗണ്ട് ലൂപ്പ്. അതായത് നമ്മൾ സ്റ്റുഡൻറ്റ് കേഴ്സറിനടുത്ത് ഓരോ റോയും കറക്റ്റായിട്ട് വന്നോ എന്ന് നോക്കുവാണ്. അല്ലേ, കറക്റ്റായിട്ട് അതിനകത്ത് റോസ് കിട്ടിയോ. അങ്ങനെ ഓരോന്നും കറക്റ്റായിട്ട് കിട്ടിയെങ്കിൽ നമ്മൾ ആ സ്റ്റുഡൻറ്റിൽ നിന്ന് ഞാൻ പറഞ്ഞു നമ്മൾ സ്റ്റുഡൻറ്റിലേക്ക് നമ്മൾ റോ ഇട്ടില്ലേ, ആ റോയിൽ നിന്ന് ആ റോയിലുള്ള ലാസ്റ്റ് മേജർ ഇതൊക്കെ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അടുത്ത റോ നമ്മൾ റിട്രീവ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെയും തിരിച്ച് ലൂപ്പിലേക്ക് പോവും. അവിടെ ഫൗണ്ട് ആണെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാം. അവിടെ നമുക്ക് നമ്മുടെ റോ കണ്ടില്ലെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യും ലൂപ്പ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.